എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. പിന്നെ എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. നിങ്ങളുടെ കുബുദ്ധി കാരണം. ഇനി എനിക്ക് എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരത്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് നീ തന്നെയാണ് ആണല്ലോ പറയണ്ട, പറഞ്ഞ് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഉള്ള കാര്യം എന്താ പറയുന്നത്, അതായത് ഒരു കുടുംബ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് എന്ന് പറയുന്ന കുത്തൊഴിഞ്ഞ ജീവിതം എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ളൊരു സംഭവമാണ്. ഇത് കേട്ടപ്പോഴും നമുക്ക് മനസ്സിലായത് ഇതേതായാലും ഫേക്കൊന്നുമല്ല. അതായത് ഇത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, സംഭവിക്കാൻ അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ അയാൾ വീഡിയോ എടുത്ത് എല്ലാ തെളിവുകളും കൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അതായത് എല്ലാ തെളിവുകളും കൊണ്ട് അയാൾ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, വീഡിയോ അടക്കം വെച്ചിട്ട്. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിറോസ് എന്ന് പറയുന്ന ആൾക്ക് നല്ല ദൈവാധീനമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അയാളുടെ ആ സ്വഭാവം പോലെ, അയാളുടെ ആ ഒരു നമ്മൾ കാണുന്നത് പോലെയല്ല അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് നന്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ദൈവവിശ്വാസമുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഫിറോസ് ഖാൻ എന്നാണ് എനിക്ക് തോന്നിയത്. അയാൾ ക്യാമറയുടെ മുന്നിലായാലും നമ്മളോട് പറയുമ്പോഴൊക്കെ നമ്മൾ അഹങ്കാരിയായിട്ടും അതുപോലെ തന്നെ പലതരത്തിലും അവൻ അങ്ങനെയാണ്, അവൻ അല്ലെങ്കിൽ പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുള്ളവനാണെന്നൊക്കെ നമ്മൾ കരുതുമെങ്കിലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല മനുഷ്യനുണ്ട്. അതുകൊണ്ട് അവന് ഈ ഒരു സംഭവം എല്ലാം കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു വെക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ഒരു സംഭവമൊന്നും ഇല്ലെങ്കിൽ അയാൾ ഇപ്പോഴും ജയിലിൽ പോയിട്ടുണ്ടാകും. ഇന്നലെ ഇപ്പോഴും സജ്ജന നൂറ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഇന്നലെ പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയെ പോയി കണ്ടു. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞൊരു സൂചനയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെതിരെ പറയുന്നവരെയൊക്കെ ഞാൻ പൂട്ടാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. പല സ്ത്രീകളും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അവരുടെ തെറ്റുകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം പോയിട്ട് അവർ കരഞ്ഞ് നിലവിളിച്ച് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എമ്മിൻ്റെ അടുത്തേക്ക് പോകും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പരാതി കൊടുക്കുന്നത് പിന്നെയാണ്, ആദ്യം തന്നെ സി എമ്മിൻ്റെ അടുത്ത് പോകും. അതെടുത്തിട്ട് വാട്സാപ്പിലോ എവിടെയെങ്കിലും ഒരു സ്റ്റാറ്റസ് ആക്കും. സ്റ്റാറ്റസ് ആക്കി കഴിഞ്ഞാൽ എല്ലാവരും ഭയന്ന് പിന്നീട് എന്ന് പറഞ്ഞാൽ വീഡിയോ പിൻവലിക്കും. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ ആരും ഇറക്കത്തില്ല. ആ ഒരു ഇതുകൊണ്ടാണ് ഈ സ്ത്രീ നേരെ പോയിട്ട് ശരിക്കും മുഖ്യമന്ത്രിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നേ പറയുള്ളൂ. കാരണം ഇതിൻ്റെയൊക്കെ പുറകിൽ എന്ന് പറഞ്ഞാൽ മറ്റവൻ്റെ ബുദ്ധിയാണ്, നമ്മുടെ പൂക്കുറ്റീൻ്റെ ബുദ്ധിയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ബുദ്ധിയാണ് ഇതിൻ്റെ പുറകിൽ. അപ്പം അയാൾ ആരാണ്? കഴിഞ്ഞ സർക്കാരിൻ്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ്. അപ്പം അയാളുടെ ലക്ഷ്യം എന്താണ്? അതായത് ഇതിൻ്റെ അകത്തോട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വളച്ചൊടിച്ച് കൊണ്ടുപോകാനും അങ്ങനെ സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കാനുമുള്ള ഒരു പണിയാണ് അവൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട സി എമ്മിനോട് വളരെയധികം സൂക്ഷിക്കുക. അതായത് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റെ അച്ഛനാണ് അല്ലെങ്കിൽ എൻ്റെ മാമനാണ് എന്നൊക്കെ പറഞ്ഞ് ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുക്ക് ഒരു സ്ത്രീ വന്നിരുന്നു. ആ സ്ത്രീ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ അങ്ങേരെ കൊണ്ട് കുളം തോണ്ടിയിട്ടാണ് അങ്ങേരെ പോയത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, വളരെയധികം സൂക്ഷിക്കണം. ആരെയായി കഴിഞ്ഞാലും അടുത്തങ്ങനെ വിശ്വസിക്കേണ്ട. ഏതായാലും ഫിറോസിൻ്റെ ഈ ഒരു വാക്കുകളെല്ലാം കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, ഒരു കുടുംബം, അതായത് ആ ഒരു ഫിറോസ് എന്ന് പറയുന്ന മനുഷ്യൻ ശരിക്കും നാണക്കേട് കൊണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വഴിയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് ആ മകനോടുള്ള ഇഷ്ടം കൊണ്ടോ എങ്ങനെയൊക്കെയോ അയാൾ ഇത്രയും വർഷം നിന്നു. അതുമാത്രവുമല്ല, ഈ സ്ത്രീയുടെ ഈ പല കാര്യങ്ങളും അയാൾ പറയുന്നുണ്ട്. അതൊന്നും വെറും പറച്ചലല്ല, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ തെളിവോട് കൂടിയിട്ടാണ് അയാൾ പറയുന്നത്. അയാളെ ഞാൻ ശരിക്കും ഇന്നലെ തൊഴുതുപോയായിരുന്നു. ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ താഴാൻ പറ്റുമോ? അതായത് എന്തൊക്കെയാ ഈ സ്ത്രീ കാണിച്ചു കൂട്ടിയത്, എന്തൊക്കെ പ്രഹസനങ്ങളാണ് കാണിച്ചു കൂട്ടിയത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ കാണുമ്പോൾ ഇന്നലെ തൊഴാനാ തോന്നിയത്. എന്തൊക്കെ വിടലുകളായിരുന്നു. 2-3 ദിവസം മുമ്പ് ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഇറക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു. ഞാൻ വിചാരിച്ചു ഫിറോസാണെന്നാണ്. ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഫിറോസ് ആയിരിക്കും ഇത് ഹാക്ക് ചെയ്ത്. പിന്നെ നോക്കുമ്പോഴേക്ക് മോതിരവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് സംഭവം പിടികിട്ടിയത്. ഏതായാലും അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെയും മറ്റുള്ളവരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊരു സുഖമാണോ ഇത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് 3 ഉണ്ടാക്കുക, 3 കളയുക, അതിൽ 2 പോയി 1 കളയുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും കൊലപാതക കുറ്റമല്ലേ? അതായത് ഈ സംഭവമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ശരിക്കും പറഞ്ഞാൽ ജയിലിൽ പോകേണ്ടതാണ്. കാരണം ഇങ്ങനെയുള്ള അമ്മമാർ പ്രസവിച്ച കുഞ്ഞുങ്ങളെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്ന ചില കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്തൊരു അവസ്ഥയായത്. ഒന്നുമില്ലെങ്കിൽ അയാളുടെ പ്രായം നോക്കണ്ടേ?
അതായത് ഈ സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ 10-35 വയസ്സേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവന്റെ കാര്യം, അവന് 55 വയസ്സുണ്ട്. അവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മകളാകേണ്ട പ്രായമല്ലുള്ളൂ. ഈ സജ്ജന എന്ന് പറയുന്ന ഈ പിന്നെ അതായത് പൂക്കുറ്റി എന്ന് പറയുന്നവൻ, അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തന്തയാകേണ്ട പ്രായമേ. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെയുള്ള വൃത്തികെട്ട പരിപാടികൾ എന്തൊക്കെയായി, ഇതൊന്നും അല്ല ഇത്. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തലകറങ്ങി പോകും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇത്രയും വലിയൊരു തെളിവും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഈ മനുഷ്യൻ വന്നപ്പോൾ ആ മനുഷ്യൻ വിജയിച്ചു എന്ന് ഞാൻ പറയില്ല. ഇല്ലെങ്കിൽ അയാൾ ഇന്ന് ജയിലിലായിരിക്കും. ആ മനുഷ്യൻ ഇന്നലെ ആ ഒരു സ്ത്രീയുടെ കണ്ണീരും കരച്ചിലൊക്കെ കൊണ്ട് എന്ത് കേസാണ് അവിടെ കൊടുത്തതെന്ന് പറയാൻ പറ്റൂല. ആ കേസ് കൊണ്ട് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇയാൾ ജയിലായിരിക്കും. കാരണം എന്താ, എല്ലാവർക്കും അറിയാലോ, ഒരു സ്ത്രീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ജയിലിലാണ്. അപ്പൊ അങ്ങനെ ഇയാൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്നു പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നു മക്കളെ ശരിക്കും പറഞ്ഞാൽ തലകറങ്ങിപ്പോയി. അങ്ങനെയുള്ള വാക്കുകൾ ഒരു മനുഷ്യനും ഇതുപോലെ ആകരുതെന്നേ ഞാൻ പറയുള്ളൂ. ഒരു മനുഷ്യനും ഇതുപോലെ ആകാൻ പാടില്ല. അതായത് നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഫാമിലി ആകാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ആ നിമിഷം തന്നെ ഉപേക്ഷിച്ച് പോയേക്കണം. ആദ്യം ഒരുത്തനെ പ്രേമിക്കുന്ന ഒരു കുട്ടി, രണ്ടാമത് ഒരുത്തനെ കല്യാണം കഴിക്കുന്ന ഒരു കുട്ടി, മൂന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനോട് കെഞ്ചുവാണ്, എനിക്ക് നിൻ്റെത് വേണം, എനിക്ക് നിൻ്റെത് വേണം, നിൻ്റെത് എൻ്റെ കയ്യിൽ വെക്കാതെ ഇതാവുമോ, ഞാൻ പിടിച്ചു വെപ്പിച്ചതാണോ, അല്ലെങ്കിൽ ഞാൻ ഇതാണോ, എന്തൊക്കെ വൃത്തികേട്ട്. നിങ്ങൾ ആലോചിച്ചൊക്കെ ആ മനുഷ്യൻ്റെ ഭാര്യയുടെ അവസ്ഥ ആലോചിച്ച് നോക്കറ. അതായത് ഈ പൂക്കുറ്റി എന്ന് പറയുന്നവൻ്റെ ഭാര്യയുടെ അവസ്ഥ, അവൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ, അവൻ്റെ മക്കളുടെ അവസ്ഥ, നാണം കെട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ ജാമ്യമില്ലാതെ വകുപ്പിൽ പിടിച്ച് അകത്ത് കിടന്നാടുന്നേ. എന്തിനാ അറിയാം, കുഞ്ഞുങ്ങളെ ആ തള്ളേന് നാണം കെടുത്തിയിട്ട് കുടുംബം പിന്നാന്ന് പറഞ്ഞാൽ ഇവൻ്റെ പണത്തിൻ്റെ ഉള്ളിൽ ഇത് വെക്കും. പക്ഷെ ഇവനെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഈ സിനിമാ താരങ്ങളായാലും സെലിബ്രിറ്റികളായാലും ഒരു സ്ത്രീകളെ പോലും, അതായത് ഒരു ചെറ്റകളെ പോലും നിങ്ങൾ വീട്ടിൽ കയറ്റാൻ പാടില്ല മക്കളെ. കാരണം വീട്ടിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടിൻ്റെ പണിയാ കിട്ടുവാണെന്ന്. കാരണം ഇവൻ തകർത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത് കാണുമ്പോൾ ഈ ചങ്ങാതി തകർത്തിരിക്കുന്നത് ഒരുപാട് കുടുംബങ്ങളെയാണ്. അതായത് ഒരുപാട് കല്യാണം കഴിച്ചവരെയാണ് ഇവൻ ദുരുപയോഗം ചെയ്യുന്നത്. ഇവൻ അതാ വേണ്ടത്. അപ്പം അങ്ങനെ ഈ ഒരു തെളിവും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇന്നലെ ഫിറോസ് ഇത് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഒരു മലയാളി തന്നെയാണോ എന്താ പറയുക, മലയാളികൾക്ക് തന്നെ മൊത്തത്തിൽ നാണക്കേടാക്കിയെന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയാനുള്ളത് വെച്ചാൽ, ഫിറോസിനെ, അതായത് ഫിറോസെ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ ഇതിനിടക്ക് പോലും പറഞ്ഞില്ല ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചുണ്ടാകും, അല്ലെങ്കിൽ അവളെ. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, മനുഷ്യൻ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം ഉള്ളു ഉലയ്ക്കുന്ന സംഭവം തന്നെയാണ് ആ മനുഷ്യൻ പറയുന്നത്. അയാൾ വെറുതെ ഒന്നും വന്ന് പറയില്ല. ഫിറോസ് എന്ന് പറയുന്ന മനുഷ്യനെ നമ്മൾ ഒരുപാട് തെറി വിളിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചത് അവനാണ് കുറ്റക്കാരൻ എന്നാണ്. പക്ഷേ ഇന്നലെ ഒരൊറ്റ വീഡിയോ കണ്ടപ്പോഴും മനസ്സിലായി അവരുടെയൊക്കെ ഒരു മൈൻഡ് കണ്ട നിങ്ങൾ. അതായത് നീ അവനെതിരെ പോയിട്ടൊരു കേസ് കൊടുക്കുക, ഒരു കേസ് ഫയൽ ചെയ്യ്. അതായത് ഭർത്താവിനെയും ചതിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ പോയിട്ട് മറ്റേതും ആക്കിയിട്ട് പറയുകയാണ് അവൻ്റെ കയ്യിലൊരു കേസ്, അവൻ്റെ പെടലിക്കൊരു കേസ് എടുത്തു കൊടുക്കുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട നീതിപാലകർ ഇത് ശ്രദ്ധിക്കണമെന്ന്. കാരണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയെത്ര നിരപരാധികൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ മുന്നിൽ നിന്നും, അതായത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയെത്ര നിരപരാധികൾ ചിലപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ടാവുമെന്നറിയാം. മിണ്ടിക്കഴിഞ്ഞാൽ മറ്റേ വകുപ്പിട്ട് തരും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്തു പറഞ്ഞു കഴിഞ്ഞാലും നിയമം എൻ്റെ കൂടെയാണ് എന്നുള്ള അഹങ്കാരം, നിയമത്തെ ശരിക്കും പറഞ്ഞ് ഇവരെല്ലാം മിസ്യൂസ് ചെയ്യല്ലേ ഇന്ന്. അതായത് ഇപ്പോൾ ഈ ഒരു തെളിവും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഈ ഫിറോസ് എവിടെയാ? ഇന്ന് ജയിലിലാണ് ആ മനുഷ്യൻ പിന്നീട് ജയിലിൽ നിന്നല്ലേ സംസാരിക്കുക. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നമ്മൾ വരെ ഇന്നലെ വിചാരിച്ചത് എന്താ, അവനിട്ടൊരു പണി കിട്ടും, ഇപ്പോഴേ അവനായിരിക്കും ഇത് ഹാക്ക് ചെയ്തിട്ടുണ്ടാവുക. പിന്നീട് ആ ഹാക്കിൻ്റെ കാര്യങ്ങൾ അഭിനയമൊക്കെ കണ്ടില്ലെങ്കിൽ എന്തൊരു അഭിനയമാണ്. അയ്യോ, വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് തോന്നുന്നതെന്താ അറിയാം, ഇത് ശരിക്കും എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ വീഡിയോ എല്ലാവരും അറിയണം. ഇതുപോലെ അനുഭവിക്കുന്ന ആൾക്കാർ മുഴുവൻ പുറത്തു വരണമായിരുന്നു. കാരണം സിനിമ നടന്മാർ, അതുപോലെ സിനിമയിൽ പ്രവർത്തിക്കുന്ന കാശുലോകന്മാർ ഓരോ വീട്ടിലും കാണിച്ചിരിക്കുന്ന തെണ്ടിത്തരങ്ങളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ മുഴുവൻ പുറത്തു വരണം. ഇപ്പോഴും ഒരുപാട് പേര് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സിനിമാ താരങ്ങളും സംവിധായകരും വീട്ടിൽ കയറി നിരങ്ങുകയാണ്. ചില വീട്ടിൽ അവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ, അതായത് ഭർത്താവിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെടുത്തി സൈഡാക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മിണ്ടിക്കഴിഞ്ഞാൽ നിന്നെ പിടിച്ചിട്ട് ഉള്ളിലിടും. അങ്ങനെയുള്ള വാക്കുകൾ പറയുക. ഏതായാലും ഫിറോസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കണ്ണീർ സീരിയൽ പോലെ എനിക്ക് തോന്നിയത്. ഞാനിപ്പോൾ DGP ഓഫീസിൽ വന്നിട്ട് പരാതി കൊടുത്തു. എനിക്കറിയാം എനിക്കെതിരെ ഉള്ളവരൊക്കെ ഇതിലും വലിയ കൈകളിലേക്ക് എത്തും, അവരിതിലും വലിയ കളികളൊക്കെ കളിക്കുമെന്നറിയാം. പക്ഷേ സത്യം വിജയിക്കണമല്ലോ. നാളെ ഒരുപക്ഷെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കുടുക്കിയേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരാണ് സജിന ഉൾപ്പെടെ. സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നെ ഇപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന് എന്നെ ഇതെല്ലാം പറയാൻ കാരണമാക്കിയത്. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. നിങ്ങളുടെ കുബുദ്ധി കാരണം. ഇനി എനിക്ക് എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരുടെ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് നീ തന്നെയാണ് ആണല്ലോ പറയണ്ട, അന്ന് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമസ്കാരം. 10 വർഷം നീണ്ടു നിൽക്കുന്ന ജീവിതാനുഭവങ്ങൾ ഒരു വലിയ ഫയലിലെ ഒരു അവസാന ചാപ്റ്റർ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ആ ചാപ്റ്റർ തുറക്കുമെന്ന് ഭയന്ന് ആ ചാപ്റ്ററിലെ പ്രഗത്ഭനായ ക്രിമിനൽ ഷുഗർ ഡാഡി വുമണൈസർ ആയ മിസ്റ്റർ റസൂൽ പൂക്കുട്ടി, ആ റസൂൽ പൂക്കുട്ടിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി 101% കെട്ടിച്ചമച്ച ലിറ്ററലി ഫേക്കായ മാനിപ്പുലേറ്ററായ ഒരു കള്ളക്കഥ, ജീവിതത്തിലെ നല്ല ഒന്നാന്തരം അഭിനേത്രിയായ മറ്റൊരു ക്രിമിനലുമായ, ആ വാക്കെനിക്ക് ഉപയോഗിക്കേണ്ടി വരും, അപ്പോൾ ക്രിമിനലുമായ നാക്കിന് എല്ലില്ല എന്ന ലൈസൻസോടെ എന്തും വിളിച്ചു പറയാം, ആരെയും കരിവാരിത്തേക്കാം, ആരെയും വികൃതമാക്കാം എന്ന രീതിയിൽ സജിന വന്ന് അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കുമ്പോൾ അവൾ ഒരിക്കൽ പോലും ഓർത്തില്ല ഒരു 10 വർഷം അവളുടെ കൂടെ അടിമയെപ്പോലെ അവളെ എന്ന് പറഞ്ഞ് അവളെ മാത്രം സ്നേഹിച്ച് ജീവിച്ച ഒരാൾ, അവളുടെ കുഞ്ഞിൻ്റെ തന്തയായ എന്നെ ഇങ്ങനെ റസൂലിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വിക്ടിമൈസ് ചെയ്യുമ്പോൾ ഒരു 0.1% പോലും മനുഷ്യത്വത്തിൻ്റെ ഒരു കണികയും അവളുണ്ടായിരുന്നില്ല. അവളുടെ ഓരോ തെറ്റുകൾക്കും ഞാൻ മാപ്പ് കൊടുത്ത് എൻ്റെ കൂടെ കൂട്ടിയിരുന്നു ഈ കഴിഞ്ഞു പോയ 10 വർഷങ്ങൾ. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഈ അവസരം കൃത്യമായി തന്നെ, അതായത് സജിനയുടെ ഈ വീഡിയോ വന്നപ്പോൾ അത് കൃത്യമായി തന്നെ ക്രിമിനലായ റസൂൽ പൂക്കുട്ടിയും ടീമും അതുപയോഗിച്ചു. റസൂൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ച യൂട്യൂബേഴ്സ്, അതിൽ പ്രധാനികളാണ് ഒരു പുരുഷനും ഒരു സ്ത്രീയും, പിന്നെ കുറച്ച് മെമ്പേഴ്സുകളുണ്ട്. അവർ കൃത്യമായി ആ അവസരത്തെ മുതലാക്കി റസൂൽ പൂക്കുട്ടിയുടെ ന്യൂസിനെ അവർ പിന്തള്ളിക്കൊണ്ട് എൻ്റെ ന്യൂസിന് പ്രാധാന്യം കൊടുത്തു. അതായത് എന്നെ കരിവാരിത്തേക്കുന്ന രീതിയിൽ അവർ പ്രതിഷ്ഠിച്ചു. അതൊരു നല്ല ടീം വർക്കായിരുന്നു. ഇപ്പോൾ ഉണ്ടായ ഈ കോളിളക്കത്തിന് പ്രധാന കാരണം സജിന തന്നെയാണ്. എന്നെ ഇതിലേക്ക് വലിച്ചിഴച്ചതും സജിന തന്നെയാണ്. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു ഓപ്പൺ ബുക്കാകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ഓവർ സ്മാർട്ട്, സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നെ ഇപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന് എന്നെ ഇതെല്ലാം പറയാൻ കാരണമാക്കിയത്. ഈ പറയുമ്പോഴും ഇത് ഞാൻ ഒരു വിജയമായി കാണുന്നില്ല, ഇതൊരു വിജയപരാജയമല്ല. പക്ഷേ ഇത് പറയാനൊരവസരം, അതായത് ഇത് പറയാൻ എന്നെക്കൊണ്ട് ഈ കളത്തിൽ അവർ ഇരുത്തിയതാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഈ ദുഃഖങ്ങൾ ഞാൻ പറയില്ല. പൊതുവേ എൻ്റെ ദുഃഖങ്ങൾ ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഈ ജീവിതാനുഭവം ഫുള്ള് എനിക്ക് പറയേണ്ടി വരുന്ന എൻ്റെ ഈ ഒരു അവസ്ഥ, അതൊരു വല്ലാത്ത വൾണറബിളായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കം അതിനു മുന്നേ ഒരു കാര്യം പറയാം. ഞാൻ ഈ വീഡിയോ സജിന ഇട്ട എന്നെ വികൃതമായി അല്ലെങ്കിൽ മോശക്കാരനാക്കി കള്ളം പറഞ്ഞിട്ട ആ വീഡിയോയ്ക്ക് ശേഷം കുറച്ച് സമയമെടുത്ത് ഈ വീഡിയോ ഇപ്പോൾ പുറത്തു വരാൻ. അതിന് പ്രധാന കാരണം ഈ സജിന പറയുന്നത് പോലെ എന്തും വായ്ത്തോന്ന് വിളിച്ച് പറയല്ല, റിയലായിട്ടുള്ള കാര്യം അത് പറയുമ്പോൾ പോലും അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും വേണം. കാരണം അത്രമേൽ സെൻസിറ്റീവായൊരു വിഷയമാണിത്. ഇതിൽ വരുന്ന ഓരോ വ്യക്തികളും ചില്ലറക്കാരല്ല. ഇത് മൊത്തം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. നാളെ ഒരുപക്ഷെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കുടുക്കിയേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരാണ് സജിന ഉൾപ്പെടെ. സജിന എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ 10 വർഷം ഞാൻ ജീവിച്ചപ്പോഴും എന്നെ വിരട്ടാൻ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു.
ഒന്നുകിൽ അവൾ എൻ്റെ പേരെഴുതി വെച്ച് സൂയിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മകളെ വെച്ച് പോക്സോ ഇട്ട് തരുമെന്ന്. അവൾ തെറ്റ് ചെയ്യുമ്പം ഞാൻ പിടിക്കപ്പെടുമ്പോഴും ഒക്കെ അവൾ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്രയും ക്രിമിനൽ മൈൻഡാണ്. ഏതറ്റം വരെ വേണമെങ്കിലും വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും സജിന പോകും. അപ്പോൾ ഇപ്പോഴുണ്ടായ ഒരു കോളിളക്കം ഇതാണ്. സജിന ഒരു ദിവസം, ഈ ഒരു മാസം പോലും ആയില്ലല്ലോ, ഒരു ദിവസം അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് അവളൊരു വീഡിയോ ഇടുകയാണ്. റസൂൽ പൂക്കുട്ടിയും സജിനയുമായി 4 വർഷമായിട്ട് പ്രണയത്തിലാണ്, 3 മാസം ഗർഭിണിയാണെന്ന്. അടുത്ത ദിവസം തന്നെ കുറച്ച് മണിക്കൂർക്കുള്ളിൽ തന്നെ അവളുടെ അക്കൗണ്ടിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്തു. അതെനിക്ക് വന്ന് റസൂൽ പൂക്കുട്ടി ഈ ഓൾറെഡി വുമണൈസർ ആണല്ലോ, അപ്പോൾ ഇയാൾ തേച്ചിട്ട് പോകാനായിട്ടുള്ള എന്തോ പരിപാടി അതിനകത്ത് വന്നു കാണും. അപ്പോൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് സജിന വീഡിയോ ചെയ്തത്. അതെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാവുന്നൊരു കാര്യമുള്ളൂ. അപ്പോൾ അതിനും ആ സമയത്ത് ഈ വീഡിയോ ഇട്ട സമയത്ത് തന്നെ കോംപ്രമൈസ് ആയിക്കണം, അതാണ് ഡിലീറ്റ് ചെയ്തത്. ഈ 1 മാസത്തിന് ശേഷം സെയിം സിനാരിയോ ആണ് സംഭവിച്ചിരിക്കുന്നത്. പൂക്കുട്ടി വന്ന് അവളെ തേച്ചിട്ട് വന്ന് നോക്കുന്നു. അവൾ വന്നിട്ട് 9 ആഴ്ച എന്ന് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് അവളുടെ ഇൻസ്റ്റാഗ്രാമിലിടുന്നു. പിന്നെ അത് ഡിലീറ്റ് ചെയ്യുന്നു. അതായത് കോംപ്രമൈസ് ആകുമ്പോഴത്തേക്ക് അത് ഡിലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇത് കൈവിട്ട് പോയി എന്നറിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മെഴുകാനായിട്ട് അടുത്ത ഒരു കഥയുമായിട്ട് വരുന്നു, ഹാക്കിംഗ് കഥയുമായിട്ട് വരുന്നു. ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഹാക്കായി പോയേക്കുമായിരുന്നു. പക്ഷെ എന്തൊക്കെ നമ്മൾ മെഴുകിയാലും പ്രപഞ്ചനീതി, ദൈവനീതി എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളുണ്ട്. അത് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു എളുപ്പമില്ലാതെ ഇങ്ങനെ പച്ചക്കള്ളം അടിക്കടി മാറ്റിപ്പറഞ്ഞ് ജനങ്ങളെപ്പോലും വിഡ്ഢികളാക്കാൻ കാണിക്കുന്ന ഈ ഒരു മനസ്സ്. അപ്പോൾ എന്തായിരിക്കും 10 വർഷമായിട്ട് ഞാൻ കൂടുതലപ്പോൾ എന്നെ പൊട്ടനാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും അവൾ ആദ്യം ഇട്ട പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സോഷ്യൽ മീഡിയയാണ്. ഇവളുടെ വീഡിയോയും ഇവളും റസൂൽ പൂക്കുട്ടി ഹഗ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ മറ്റ് ചാനൽസ് എടുത്തിട്ട് അവർ അത് വാർത്തയാക്കി. കാരണം അവർക്കറിയാം സജിന വന്ന് ഞങ്ങൾ സെപ്പറേറ്റ് ആയ സമയത്ത് സജിന വന്ന് ഡിവോഴ്സായി എന്ന് പറഞ്ഞിട്ട് 2 വർഷത്തിന് മുകളിലായിട്ടേ ഉള്ളൂ. 2.5 വർഷം മാക്സിമം. അപ്പോൾ 2.5 വർഷമായി ഈ ഡിവോഴ്സ് എന്ന് സജിന പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സെപ്പറേറ്റഡ് ആണ് ആയത്. അപ്പോൾ 4 വർഷം ആയി പ്രണയത്തിലാണ്, 3 മാസം ഗർഭിണി എന്ന് പറഞ്ഞപ്പം അവൾ ബാക്കിയുള്ളതൊന്നും ആലോചിച്ചില്ല. അതാണ് ഡിവൈൻ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അത് പക്ഷേ നമ്മുടെ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ആ വാർത്ത എടുത്തപ്പോഴേ അവർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടിരുന്നു. അങ്ങനെ അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ഉപകാരം ചെയ്യണം. സജിന എന്നെ വിളിക്കുന്നു, എൻ്റെ ഒരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ്? ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടു, അത് കൈവിട്ട് പോയി കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു നിനക്ക് നാണമില്ല ഇങ്ങനെ എന്നോട് പറയാൻ. എനിക്ക് അങ്ങനെ എന്തുപകാരമാണ് നീ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഞാൻ വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നിട്ട് എൻ്റെ ഇതിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ചാനലിൽ വന്നിട്ട് പറയണം റസൂൽ പൂക്കുട്ടിയല്ല നമ്മുടെ ജീവിതം തകർത്തതെന്ന് പറയണം. ഞാൻ പറഞ്ഞു ഒരിക്കലും പറയില്ല, നമ്മുടെ ജീവിതം തകർക്കാൻ ഒരു പ്രധാനി പുള്ളി തന്നെയാണ്, അതുകൊണ്ട് ഒരിക്കലും ഞാനിത് പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സജിന വൈകിട്ടായപ്പോഴത്തേക്ക്, അന്ന് വൈകിട്ടാണെന്ന് തോന്നുന്നു, അദ്ദേഹം വന്നിട്ട് എന്നെ വീണ്ടും വിളിച്ചിട്ട് ഞാനിപ്പോൾ ഒരു ലൈവ് ഇടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു സജിന എന്നെ ഇതിലേക്ക് വലിച്ചഴക്കരുത്, ഇത് ഞാനുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, നീ ഇതിലേക്ക് എന്നെ വലിച്ചഴക്കരുത് എന്ന് പറഞ്ഞു. സജിന അതൊന്നും കേൾക്കാതെ വന്നിട്ട് എൻ്റെ പേര് കൂടെ ചേർത്തിട്ട് എനിക്കും ഫിറോസിക്കാർക്കും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് നാട്ടുകാർക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് റസൂൽ പൂക്കുട്ടിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ അതിൽ സംസാരിച്ചു. അപ്പം ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്താണ് കരുതുക, എനിക്ക് മെസ്സേജ് വന്നതും അങ്ങനെയാണ്. ഞാൻ ഇതിനകത്ത്, അതായത് ഈ അഡൾട്ടറിക്ക് ഞാനും കൂടെ സമ്മതം മൂളുകയാണ് എന്നുള്ള രീതിയിലേക്കാണ് വന്നത്. അപ്പോൾ ഞാൻ വന്ന് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട്, അപ്പോഴും സജിനയെ ഞാൻ കുറ്റം പറയുന്നില്ല, നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഞാൻ ഒരിക്കലും സജിനയെ എവിടെയും ഞാൻ കുറ്റം പറഞ്ഞ് കാണിച്ചിട്ടില്ല. ഞാൻ അപ്പോഴും ഇൻഡയറക്റ്റായിട്ടാണ്, റസൂൽ പൂക്കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു, ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. എത്ര വലിയ അവാർഡ് മേടിക്കുന്നവനും ഒരു സമയം ദൈവം അവന് പണി കൊടുക്കും എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പോയത്. ഇത് വീണ്ടും ഈ വാർത്തകൾ, അതായത് റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള സജിനയുടെ വാർത്തകൾ അവർക്ക് കൂടുതൽ റസൂൽ പൂക്കുട്ടിക്ക് വാരിത്തേൽക്കുന്ന രീതിയിലേക്ക് വന്നത് കാരണം സത്യം തന്നെയാണല്ലോ. വീണ്ടും അവർ എന്നെ ഇരയാക്കിയിട്ട് സജിന വന്നിട്ട് ഒരു വീഡിയോ ഇടുകയാണ്. ആ വീഡിയോ ഇടാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, റസൂൽ പൂക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും, രണ്ടാമത് എനിക്ക് ഈ സമയം ഒരു ഓഡിയോ കിട്ടുകയാണ്, ഒരു വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ. ഈ ഓഡിയോ സജിന തന്നെ
റെക്കോർഡ് ചെയ്ത് റസൂൽ പൂക്കുട്ടിയും സജന ഡുമയും സജനയായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ആ ഒരു കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്തിട്ട് അവരെ സുഹൃത്തുക്കൾ, ഇവരുടെ കൂടെ നിന്ന സുഹൃത്തുക്കൾക്ക് ഇവിടെ പണി കൊടുത്തായിരുന്നു, ഇവിടെ റസൂൽ പൂക്കുട്ടി കൂടെ. അത് കുറച്ച് പേരുണ്ട്, ഞാൻ പേരുകൾ പറയുന്നില്ല. അപ്പോൾ അവർ അതിൽ കുറേ പേര് എൻ്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ നല്ല പണി അവർക്ക് വെച്ച് കൊടുത്ത് അവരുമായിട്ട് പിരിഞ്ഞ സമയത്ത് അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റെക്കോർഡ് സജന അതിനകത്ത് കുറ്റക്കാരിയല്ല എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി റസൂലിനുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ നേരെ ഇവർക്ക് അയച്ചു കൊടുത്തു. അവരതെനിക്ക് സെൻഡ് ചെയ്തു. അല്ലെങ്കിൽ ആ ഓഡിയോ അങ്ങനെ ഒരു ഓഡിയോ ഒരിക്കലും എനിക്ക് കിട്ടേണ്ടതുള്ളതല്ല. അത് ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കേൾപ്പിക്കാം. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം, ഫിറോസിനെതിരെ. തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഷാജിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്കൊന്ന് മൂടി വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല. അതെല്ലാം ഞാൻ വലിയ പൈസ ചെലവുള്ള കാര്യമാണ്. അച്ചായൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണെന്നുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഇവരുടെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. ഇനി റസൂലിക്ക, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോഴും. ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷിക്കും, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരുടെ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന്? ആണല്ലോ റസൂലിക്ക, നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് ഇനിയിപ്പോ എനിക്ക് എനിക്ക് പറ്റത്തില്ല അമ്മ. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട് അമ്മ. എല്ലാം ഞാൻ എനിക്ക് കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളെന്നെ സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ പൂക്കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങള്. ഞാൻ സജിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്ക്ഡായിരുന്നു, വളരെ ഷോക്ക്ഡോ? എന്ത് നിങ്ങൾ കുഞ്ഞു പോയോണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്റ്റ്, കുഞ്ഞിന് എത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാള് എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴായാലും നിങ്ങൾ എൻ്റെ വീട്ടുകാർക്ക് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്ക്, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക്. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ടായതാണല്ലോ
അപ്പൊ ഞാൻ പറയുന്നു ശരി പ്രൊട്ടക്ഷൻ എടുക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പം ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാ, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എന്നമ്മയ്ക്ക് അറിയാം ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ അല്ല തന്നത്, അള്ളായിട്ടാ തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പൊ നമ്മൾ കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ച് പേടിച്ച് ആ സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇഞ്ചെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയരുത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? ഇപ്പോൾ ഈ കേട്ടത് ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. വിശദമായിട്ട് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് എൻ്റെ ലൈഫിൻ്റെ കുറച്ച് സജിനയിൽ നിന്ന് കുറച്ചുകൂടെ മുന്നേക്ക് പോകേണ്ടതുണ്ട് ഇതിൻ്റെ ഒരു, കാരണം കുറേ അലിഗേഷൻസ് അവൾ പറഞ്ഞത് കാരണം എനിക്ക് അത് കൂടി പറയേണ്ടതുണ്ട്. അറിഞ്ഞോ അറിയാതെ മറ്റു പലരെയും കൂടി സജിന ഇതിനകത്ത് കൂട്ടുപിടിക്കാൻ ശ്രമിച്ചു. അവർ നിന്നു കൊടുത്തില്ല, പക്ഷേ അവരുടെ കുറച്ച് കാര്യം കൂടി ഇതിനകത്ത് ചേർത്തു. ഞാൻ എന്തായാലും അവരുടെ പേരുകളും ഒന്നും പറയാതെ തന്നെ അത് പരാമർശിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് മുന്നോട്ടുള്ള ലൈഫ് കൂടെ പറയേണ്ടി വരും. അത് മറ്റൊന്നുമല്ല, ഞാൻ ഡേഞ്ചറസ് ബോയ്സ് ഒക്കെ കഴിഞ്ഞ് സൂര്യ ടിവിയിൽ ഒരു ഡാൻസ് പ്രോഗ്രാമൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത്, ഡേഞ്ചറസ് ബോയ്സിൻ്റെ സമയം മുതൽ ഒരു കുട്ടി എനിക്ക് ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്ത് ഞാനുമായി ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു കുട്ടി, കുറച്ച് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള കുട്ടിയാണ്. അങ്ങനെ ആ ചാറ്റിങ്ങിൽ ഞങ്ങൾ അങ്ങനെ കോൺവെർസേഷൻ പുരോഗമിച്ച് പോകുന്നു. അങ്ങനെ ഞങ്ങൾ പ്രണയത്തിലാകുന്നു. അവസാനം അത് കല്യാണത്തിൽ, രണ്ട് വീട്ടുകാരും അറിഞ്ഞ് അത് കല്യാണത്തിലേക്ക് വരുന്നു. അതൊരു വലിയ ഫങ്ഷനായിട്ട് തന്നെയാണ് ആ കല്യാണം നടന്നത്. അന്ന് ആ കല്യാണം നടക്കുമ്പോൾ നമ്മുടെ റിലീജിയൻ അടിസ്ഥാനമാക്കി നമ്മുടെ മഹലിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ഒരു വെപ്പും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം തോന്നുന്നു. അപ്പം മഹല് വഴി ആണ് അന്ന് നമ്മൾ രണ്ടുപേരുടെയും മഹലിൽ നിന്ന് ആൾക്കാർ വന്ന് രജിസ്റ്റർ ചെയ്തു, ഒക്കെ നമ്മൾ വിവാഹം കഴിച്ചു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ലീഗലി രജിസ്റ്റർ ചെയ്തില്ല. അപ്പോൾ ലീഗലി രജിസ്റ്റർ ചെയ്യാത്ത അതിനെക്കുറിച്ച് നമുക്ക് അത്ര ബോധേടല്ലായിരുന്നു, അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ട് അത് അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ അത് രജിസ്റ്റർ ചെയ്തില്ല. അപ്പോൾ പള്ളി വഴി മാത്രമുള്ളൊരു ഉടമ്പടി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കുഞ്ഞായി, അതിലെനിക്കൊരു മോളുണ്ട്, ആയി കുറച്ച് മാക്സിമം ഞങ്ങളൊരു 3 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. ചില കാരണങ്ങളാൽ നമ്മൾ സെപ്പറേറ്റ് ആവേണ്ടി വന്നു. അതൊരു ഡിവോഴ്സിങ് പ്രോസസ്സ് പോലെ തന്നെയാണ്. കാരണം അദ്ദേഹം വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. ഞാൻ ഇത് കഴിഞ്ഞൊരു 2 വർഷങ്ങൾ കഴിഞ്ഞ്, ഞാൻ ഇപ്പോഴും പറയുന്നു, ആ വ്യക്തികളെ ഇതിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല. സജിന ഈ സിനാരിയോ അവതരിപ്പിച്ചതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അത് അവർ വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും തിരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ മറുപടിയോ കാര്യങ്ങളോ എനിക്ക് വിശദമായി അതിനെക്കുറിച്ച് പറയാൻ പറ്റും. സോ അവർ സുഖമായിട്ട് ജീവിക്കുന്നതാണ്. അവർക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണ്. അവർ വളരെ റെപ്യൂട്ടഡ് ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ ആ കഥയിലേക്ക് പോകുന്നില്ല. അപ്പോൾ സജിൻ ഇത് കഴിഞ്ഞിട്ട്, കാരണം ഇത് ഞാൻ പറയാൻ കാര്യം ഇല്ലീഗൽ മാരേജ് എന്നൊക്കെ ഒരു സംഭവം അവളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയായിരുന്നു. ഇത് കഴിഞ്ഞ് ഈ കഥകളെല്ലാം സജിനയ്ക്ക് അറിയാം. ഈ മോളെ കാണാതെ ഞാൻ ഉണ്ടായിരുന്ന എൻ്റെ ഡിപ്രഷൻ, 2 വർഷം ഞങ്ങൾ പിരിഞ്ഞ് സെപ്പറേറ്റ് ആയതിനു ശേഷം 2 വർഷം ഡിപ്രഷനിലായിരുന്നു. അങ്ങനെ ആ സമയത്താണ് 2 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഞാൻ സജിന എൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു. കാരണം എൻ്റെ വേറെ ഫ്രണ്ടുണ്ട് നിയാസ് എന്ന് പറഞ്ഞിട്ട്, ഇവളുടെ വീടിന് തൊട്ടടുത്ത, ഞങ്ങൾ ഏകദേശം ഞാനും സജിനയായിട്ടുള്ള വീടിൻ്റെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ സജിനയുടെ വീടിന് തൊട്ടടുത്തുള്ളത് നമ്മുടെ ഒരു അകന്ന ബന്ധുവാണ്, നിയാസ് എന്ന പേര്. അപ്പോൾ അവൻ എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ പല പ്രോഗ്രാമിലും ഡേഞ്ചറസ് ബോയ്സിൽ ഉൾപ്പെടെ ഞാൻ ചാൻസ് കൊടുത്തിട്ടുള്ള പയ്യനാണ്. അങ്ങനെ അവൻ വഴി മ്യൂച്വൽ ഫ്രണ്ടായിട്ട് സജിന എനിക്ക് റിക്വസ്റ്റ് അയച്ചു. അതിനകത്ത് ഇവളുടെ അഭിനയമോഹമായിരുന്നു ഇവളുടെ പ്രധാനത. അങ്ങനെ എന്നെ പരിചയപ്പെട്ടു. അഭിനയത്തെക്കുറിച്ചുള്ള പറഞ്ഞ് എന്തോ ടെലിഫിലിമിലൊക്കെ അഭിനയിക്കാൻ പോയി, ചാൻസ് കിട്ടിയില്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പുകൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഞങ്ങളങ്ങനെ കോൺവെർസേഷനായി, നല്ല അടുപ്പമായിട്ട്. ഞാൻ അങ്ങനെ സജിനയുടെ ഓഫീസ്, അതായത് സജിന അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കമ്പനിയിൽ റിസപ്ഷനിസ്റ്റായിട്ട്. നമ്മൾ അവിടെ ചെന്ന് ഇവിടെ ഞാൻ കാണുന്നു. അങ്ങനെ ആ പരിചയം, പ്രണയത്തിലാകുന്നു. അപ്പോൾ ഇവളുടെ ജീവിതകഥ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എൻ്റെ കഥ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു 2 വർഷവും, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അവൾ തിരിച്ച് അവളുടെ കഥ എൻ്റെ അടുത്ത് പറഞ്ഞത് 17ാമത്തെ വയസ്സിൽ അവൾ മറ്റൊരു മതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടി. എന്നിട്ട് അവിടുന്ന്
ഒരു വർഷം കൊണ്ട് കഴിഞ്ഞപ്പോഴോ അങ്ങനെ അവർ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ആ പയ്യനെ മതം മാറ്റിയിട്ട് അവർ ലീഗലി വിവാഹം കഴിപ്പിച്ച് കൊടുത്തു. അങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിലൊരു മോള് സജനയ്ക്കുണ്ട്. അങ്ങനെ അവർ പിരിയാൻ കാരണം അദ്ദേഹം മദ്യപിച്ചിട്ട് എന്നും വന്ന് അദ്ദേഹം എടുത്തിട്ട് അടിക്കും, കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിടാൻ പോയി. ഇങ്ങനെയൊക്കെയുള്ള കഥയാണ് ആ വ്യക്തിയെക്കുറിച്ച് സജിന എന്നോട് പറഞ്ഞു തന്നത്. എനിക്കല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയുന്നില്ല. അപ്പം ലാസ്റ്റ് ഞാനും സജിനെ അങ്ങനെ വിവാഹം കഴിക്കാനുള്ളൊരു പ്രോസസ്സിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഞാൻ ഈ നിയാസിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട് സജിന ഇങ്ങനെ, കാരണം എനിക്ക് അത്ര അടുത്തറിയാവുന്നതാണ്. അപ്പോൾ സജിനയ്ക്ക് അടുത്തറിയാവുന്ന, സജിനയുടെ വീടിന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളവന്. അപ്പോൾ അവനോട് ഞാൻ ചോദിക്കുന്നുണ്ട്, മോനെ ഇത് എങ്ങനെയുണ്ട്, പിന്നെ സജിനയെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് കാഷ്വലി ഞാൻ ചോദിച്ചു. പറഞ്ഞു നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആദ്യം ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്ന് ഫോണൊന്ന് കട്ട് ചെയ്യുക. ഫോണിലാണ് വിളിച്ച് ചോദിച്ചത്. ഞാൻ തിരിച്ച് പറയാൻ തൊട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കുഴപ്പമില്ല, ഞാൻ സംസാരിച്ച് നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിവാഹം കഴിച്ചൊരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളുടെ മൊബൈലിൽ നിന്ന് എനിക്ക് കുറച്ച് ചാറ്റുകൾ കണ്ടു. അത് ഈ നിയാസും ഇവളുമായിട്ടുള്ള കോൺവെർസേഷനാണ്. അപ്പം കഥ ഇതാണ്. എന്നോട് ചിലർ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു ഓൾറെഡി ഈ നിയാസും ഇവളുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ള ആ ഏരിയയിൽ തന്നെയുള്ള ചില എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അന്നത് വിശ്വസിച്ചില്ല. അപ്പോൾ നിയാസും ഇവളുമായിട്ട് ഒരു ഭാര്യ ഭർത്താവ് പോലെ തന്നെ അവരുടെ വീട്ടിൽ അത്രയും സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തിയാണ് നിയാസ്. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര പ്രണയത്തിലായിരുന്നു, ഒരു ഭാര്യ ഭർത്താവ് പോലെ ജീവിച്ചിരുന്നതാണ്. അങ്ങനെ ഈ ഒരു വിഷയം അന്ന് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ സജിനയെ അവരുടെ വീട്ടിൽ പോയിട്ട്, സജിനയുടെ വീട്ടിൽ പോയിട്ട് ഈ നിയാസ് അവരുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അവരുടെ വീട്ടുകാരാണ് പറഞ്ഞത് അവക്കൊരു ജീവിതം കിട്ടട്ടെ, നീ ഇടയ്ക്ക് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അതിനകത്തുണ്ട്. ഇത് സജിനയുടെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ ചാറ്റിനകത്ത് വളരെ മോശമായിട്ടുള്ള ചാറ്റ്, അത് ഒരു ഭർത്താവും കാണാൻ പാടില്ലാത്ത രീതിയിലെ ചാറ്റുകളും. അപ്പോൾ അതിൽ നിന്ന് തന്നെ തെളിഞ്ഞു ഇവരുടെ പഴയ ജീവിതത്തിൻ്റെ കാര്യങ്ങളും ഇവരുടെ പ്രണയത്തിൻ്റെ കാര്യങ്ങളും. അപ്പോൾ അതൊരു നല്ല ഷോക്കുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് അന്ന് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എനിക്ക് ഡിവോഴ്സ് വേണം, നമുക്ക് പിരിയാം, ഇതൊരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഇവള് പല രീതികളുടെ കരഞ്ഞ് അഭിനയിക്കുന്നു എല്ലാം കാര്യം ഞാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ച് തന്നെ ഞാൻ പറഞ്ഞു. കാരണം ഒന്നാമത്തെ ജീവിതം അങ്ങനെയായി, രണ്ടാമത്തെ ജീവിതം എടുത്തത് എനിക്ക് ഇനിയിപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, ഇത് എനിക്ക് ഇവിടെ നിർത്താം, എനിക്ക് അങ്ങനെ ഒരു തലവേദന എടുക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലേഡ് എടുത്തിട്ട് കയ്യിൽ കട്ട് ചെയ്ത് ഒരു 2-3 ഇങ്ങനെ ടക്ക് 2-3 കട്ട്. അപ്പോഴത്തേക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് ഞാൻ ആകെ പാനിക്കായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് അവളെ ശരി പോട്ടെ, ഇനി ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞിന് 2 വയസ്സായി. അങ്ങനെ കുട്ടിയൊക്കെ ആയതിനു ശേഷം നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് വേറെ ഫ്ലാറ്റിലേക്ക് താമസമായി. അവിടുന്ന് തൊട്ടടുത്ത ഫ്ലാറ്റിലെ ഒരു ഈ സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഹസ്ബൻഡ് അസോസിയേറ്റ് ഡയറക്ടറാണ്, ഇവർ അസിസ്റ്റൻ്റായിട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഇവർ മലപ്പുറത്ത് ഒരു ആൽബത്തിൻ്റെ വർക്കുമായിട്ട് ആ സമയത്ത് കണക്റ്റഡായിട്ട് നിൽക്കുന്നതാണ്. ഞങ്ങളുടെ വീടോട്ട് നല്ല അടുപ്പമായി ഈ 2 പേരും. അങ്ങനെ സജിനയുടെ ഈ അഭിനയമോഹം കാരണം സജിന അവരുടെ അടുത്ത് ആ കുട്ടിയെടുത്ത് ഇങ്ങനെ അവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ ഈ ആൽബത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് സജിനയെ മലപ്പുറത്ത് കൊണ്ടുപോവുകയാണ്. മലപ്പുറം ഒരു പുതുക്കാട് അങ്ങനെ പറഞ്ഞ സ്ഥലത്ത്, കോട്ടയ്ക്കൽ പുതുക്കാട് എന്നുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം. അവരവിടെ ആൽബം പോകുന്നു. അപ്പം ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇവർ വരുന്നു, ഒരാഴ്ച ഒക്കെ അവിടെ കാരണം ഒരു പാട്ടിനൊക്കെ ഒരാഴ്ച എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണത്തു. അങ്ങനെ സജിന വരുന്നു, ഞാൻ ഈ മൊബൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നു, ആദ്യമൊന്നും കണ്ടില്ല. പക്ഷെ പയ്യെ എനിക്ക് മനസ്സിലായി അതിനകത്ത് അതിൻ്റെ ഡയറക്ടറുമായിട്ട് സജിന പ്രണയത്തിലാണെന്നുള്ളത്. അങ്ങനെ ഞാനത് പിടിക്കുകയാണ്. അത് ഷാനിഫ് ഐരൂർ എന്നാണ് അവൻ്റെ പേര്. ഗുഡ് ഈവനിങ്. ഷാനിഫ് ഐരൂരാണ്. ഒരു പ്രൊജക്ടിൻ്റെ ലൊക്കേഷനിലാണ് എല്ലാവരും ഉള്ളത്. ഒരുപാട് പ്രത്യേകത നിറഞ്ഞിട്ടുള്ള ഒരുപാട് അങ്ങനെ ഷാനിഫ് ഐരൂരെ ഞാൻ വിളിച്ച് അവൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ വലിയ വിഷയമാകുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇപ്പം ഞാനുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നത്, അവൾ ഇങ്ങോട്ട് വന്നതാണ് കാര്യങ്ങൾ. അവൻ കുറേ ഗ്ലോറിഫൈ ചെയ്ത് അവൻ്റെ കാര്യങ്ങൾ പറയുന്നു. അതങ്ങനെ ഒരു സംഭവമായിട്ട് അതൊരു വല്ലാത്ത സ്റ്റേജായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ടും ഇവള് പിന്നെ ഈ സജിനയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പേടിയോ നാണോ മാനോ അങ്ങനെയുള്ള സാധനമൊന്നുമില്ല. ഏതറ്റം വരെ വേണമെങ്കിലും തൻ്റെ വിജയത്തിന് വേണ്ടി പോകും. താൻ എന്തിഷ്ടപ്പെടുന്നോ അത് നടത്താൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകും.
ഇനി അവൾക്കൊരു അപ്പം ആ പ്രണയം പോലും അവൾ പറഞ്ഞ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതായത് ഒരു മനുഷ്യനെ ഇത്രമാത്രം ക്രൂരമായ രീതിയിൽ വേട്ടയാടുക അവരവരുടെ സുഖത്തിന് വേണ്ടി മാത്രം. അതായത് ആ സ്ത്രീക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റവനും സൂഹിക്കണമെങ്കിൽ അങ്ങ് സൂഹിച്ചോളുക എന്നല്ലാതെ അവനെ നീ എങ്ങനെയെങ്കിലും ഉള്ളിലിടണം. ഇത് വളരെയധികം ഗുരുതരമായ കുറ്റം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എങ്ങനെയെങ്കിലും ഉള്ളിലിടണം അവനെതിരെ. അപ്പോൾ എത്രമാത്രം കള്ളക്കേസുകൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടാകും അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നന്ദി, നമസ്കാരം.